അല്ല, അവിടെ ഇ.പി. ജയരാജൻ അടക്കമുള്ള നേതാക്കന്മാർ പോയി പ്രസംഗിച്ചിരുന്നു. ഇനി ചുവന്ന കൊടി എന്തില്ല ചന്ദ്രശേഖരൻ പരസ്യമായിട്ട് ഭീഷണി മുഴക്കിയതല്ലേ? അതൊന്നും പറയുന്നതിൽ വലിയ കാര്യം. അതുകൊണ്ടെന്നാ ഇരിക്കട്ടെ എന്ന് വെച്ച് പറയുന്ന കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഈ മോഹൻദാസിൻ്റെ കേസ് ഞങ്ങൾ ഇപ്പോഴേ പരാതി കൊടുത്തിരിക്കുന്നത്. എന്നതെയോ, കൊല്ലാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരും ഒരു സിൻഡിക്കേറ്റ് പോലാണല്ലോ. എന്നിട്ട് ഞങ്ങളുടെ തലയിൽ എം മണിയാണ് അതിൻ്റെ ആള് വരും. അതുകൊണ്ടാണ് നേരത്തെ കാലത്ത് ഞങ്ങൾ കൊടുത്തത്. ഹൈക്കോടതിയിലും കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുത്ത പരാതിയുടെ കോപ്പി കൊടുത്തിട്ടുണ്ട് വക്കീലിൻ്റെ കയ്യിൽ. കാരണം എന്താണെന്ന്, അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യമാണ്, ലോക ചരിത്രം പഠിക്കണം. ലോക ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം. പത്രപ്രവർത്തകരാകുമ്പം നിങ്ങളത് വേണം. ചില സംഭവങ്ങൾ കണ്ട് അതങ്ങോട്ട് ചൂടുപിടിപ്പിച്ച് വാർത്തയാക്കിയാൽ മാത്രം പോരാ. എന്താണ് യാഥാർത്ഥ്യമെന്ന് കാണണം. ഞാൻ ഈ പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരക്രമവും പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പാല് പോലുള്ള മനസ്സ് ആ കാര്യത്തിൽ. ആ മനസ്സ് മാറുന്ന എപ്പോഴാണെന്നറിയോ? നമ്മളെ ആക്രമിക്കുമ്പോഴാണ്. നമ്മൾ നിരായുധനാകുമ്പം, നമ്മളെ കൊന്നൊടുക്കുമ്പം നമുക്ക് ഒരു വിഷമം വരില്ലേ? നിങ്ങൾക്കാണേലും വരും, എനിക്കാണേലും വരും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്ന പാരമ്പര്യമാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്. അത് വെള്ളപൂശിയാണ് മാധ്യമങ്ങൾ. അതാണ് വേണ്ട നിലയത് തുറന്നു കാണിക്കുന്നില്ല. എൻ്റെ വിമർശനം അതാണ്. മാർക്സിസ്റ്റുകാർ അക്രമം കാണിച്ചെങ്കിൽ അതും തുറന്നു കാണിച്ചോ? തുറന്നു കാണിയില്ലേ? പക്ഷേ രണ്ട് തട്ട് പാടില്ല. ഒരു കടയിൽ രണ്ട് കച്ചവടത്തിൻ്റെ കാര്യമില്ലല്ലോ. ഒരു കച്ചവടമാണ് നീതിപൂർവ്വം. ഞാൻ വരുമ്പോൾ എനിക്കൊരു വില, വേറൊരാൾ വരുമ്പം വേറെ വില. ഒന്നും രണ്ടും പൗരന്മാർ പാടില്ല. ഇപ്പോൾ ആഗോള പ്രശസ്തിയാണ് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾ കൊണ്ടുവന്ന BBC ചാനൽ പോലും, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും ഇത്രയൊരു ഒരു പ്രചാരം കിട്ടിയിട്ടില്ല. BBC ചാനലിൽ പോലും മണിയാശൻ സ്റ്റാറായി. അതിൻ്റേതായ എല്ലാ കുഴപ്പവും എനിക്ക് ഇനിയുണ്ട്. എന്നറിയോ? അങ്ങനെ വരുന്നത് തന്നെ കുറേ അസൂയ ഉണ്ടാകുന്നതിനും കൂടി ഇടയാകും നാട്ടിൽ. ഇതേ ഇയാൾ തന്നെ കുപ്രസിദ്ധിയും സുപ്രസിദ്ധിയാക്കി തന്നു. എന്തേലും ആട്ടെ, അതിൽ വളരെ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്, ഇരിക്കട്ടെ. എന്നാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലേ? ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. എത്ര ആളുകളെ കൊന്നിരിക്കുന്നു രാജ്യത്ത്. ഇത് നിൽക്കണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഒറ്റ സംഭവം പോലും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? അതിനകത്തിൽ ഏതുവരെ പോവുകയും ചെയ്യണം എല്ലാവരും. എനിക്ക് വന്നിട്ട് സ്വാഭാവികമായിട്ടൊരു സംശയം. നിങ്ങളുടെ മുന്നണിയിൽ ഉള്ളതാണ്, സഹോദരങ്ങളാണ് CPI. ഇടുക്കി ജില്ലയിൽ CPM-ഉം CPI-യും തമ്മിൽ എന്താ പ്രശ്നം? ഞങ്ങൾ രണ്ട് പാർട്ടികൾ ഒന്നായ പാർട്ടി ഭിന്നിച്ചുണ്ടായതാണ്. 64 രൂപം വർഷങ്ങൾക്ക് മുമ്പ്. അതെ, 64 രൂപം കൊണ്ട്. അവർക്ക് അവരുടേതായ പ്രവർത്തനവും രീതിയുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നയവും പരിപാടിയുണ്ട്. പ്രത്യാശാസ്ത്രവും നയപരവും സംഘടനാപരവും എല്ലാമായ കാര്യങ്ങളിൽ നിന്നാണ് ഭിന്നിച്ച് വേർപെട്ട് പ്രവർത്തിക്കുന്നത്. അവർക്ക് വളരണമെന്നും ശക്തിപ്പെടണമെന്നും അവർക്കുണ്ട്. ഞങ്ങൾ വളരണമെന്നും ശക്തിപ്പെടണമെന്നും ഞങ്ങൾക്കുണ്ട്. അങ്ങനെ രണ്ട് പാർട്ടികൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില അലോസരങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചില അലോസരങ്ങൾ വരാനുള്ള വഴിയുണ്ട് എന്നതിലപ്പുറം അവരോടൊരു പ്രത്യേക വിദ്വേഷവും വിരോധവും കാണിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഒരുപാട് ഞങ്ങളോട് തോന്നേണ്ട കാര്യവും അവർക്കുമില്ല. അതല്ല അവർ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഒരു CPI-ക്കാരെയും അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ആ വണ്ടിപ്പെരിയാറിലെങ്ങാണ്ട് പണ്ടൊരു സംഭവം ഉണ്ടായി. അതിന് ശക്തമായ നിലപാട് ഞങ്ങൾ പാർട്ടി എടുക്കുകയും ചെയ്തു. അതാണ് ശരി. ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല. മൂന്നാർ മേഖലയിൽ ഞങ്ങളെ തല്ലുകയും കൊല്ലാൻ തുടങ്ങുകയും ഉപദ്രവിക്കുകയും ചെയ്തത് CPI-യുടെ ആളുകളാണ്. ഇപ്പോൾ വേണാടെന്ന് പറയുന്ന സ്ഥലത്ത്, ഈ മുട്ടുകാടിന് മുകളിലാണ്, ചിന്നക്കനാലിൽ, എന്താ യഥാർത്ഥത്തിൽ സംഭവം? പന്ന്യൻ രവീന്ദ്രൻ ഒന്നും അത് സഖാവൊന്നും ഇത് വേണ്ട നിലയെ മനസ്സിലാക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ട നിലയെ മനസ്സിലാക്കി ഒരു സാത്വികനല്ലേ അങ്ങനെ ഒരു വേണ്ട നില ഇത് മനസ്സിലാക്കി നിലപാടെടുക്കണ്ടേ? ഒരു സാത്വികനാകുന്നത് എങ്ങനെയാണ്? സാത്വികൻ ആകണമെന്നൊരു ഞാനൊരു കാര്യം പറഞ്ഞു എൻ്റെ പാർട്ടിയുടെ സെക്രട്ടറിയോട് പറഞ്ഞാലും മണി പറഞ്ഞാണ് ശരി, അത് കേൾക്കും. അതിനപ്പുറം വല്ലതും ഉണ്ടോ എന്ന് അദ്ദേഹം ആലോചിക്കും. അങ്ങനെ ആലോചിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിലേ സാത്വികനാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ശരിയാണ്. ഇത് ഇവിടുത്തെ സഖാക്കൾ, CPI-യിലെ സഖാക്കൾ പറഞ്ഞത് കേട്ടാണ്. തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. ഞാൻ പറഞ്ഞു തരാം. അവിടെ ഈ തേവർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആ മേഖലയിലുള്ളത്. ഒരേ കുടുംബക്കാർ, ബന്ധം, സ്വന്തം, മാമൻ, മച്ചാൻ എന്നൊന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ പാർട്ടിയിലുള്ളവരും അതെ, CPI-യിലുള്ളവരും അതെ. ഞങ്ങളുടെ LC സെക്രട്ടറി ആ വിഭാഗത്തിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കാരനാണ് CPI-യുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. അതാണ് അവിടെ ഇവർ തങ്ങളിൽ, ഈ കുടുംബക്കാർ തങ്ങളിൽ
ഈ CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കൂടെയുള്ള അവരുടെ ബന്ധുജനങ്ങൾ അയാളുമായി പൊരുത്തക്കേടായി, അയാളെ സഹിക്കുകയില്ലതായി. 10-50 പേര് രാജിവെച്ച് ഞങ്ങളുടെ കൂടെ വന്നു. ഇതാണ് പ്രശ്നത്തിൻ്റെ കാതലത. ഞങ്ങളാരേലും പ്ലാൻ ചെയ്ത് അവിടെ എന്തെങ്കിലും ആളെ പിടിക്കുകയോ അവരുടെ ആളെ മാറ്റുകയോ കൂട്ടാൻ നോക്കുകയോ സംഘർഷം ഉണ്ടാക്കുകയോ ഒന്നും ഞങ്ങളാരും ചെയ്തിട്ടില്ല. അതേ തുടർന്ന് അയാൾ ഈ ആളുകളെ തല്ലാൻ തുടങ്ങുകയും അതിനുള്ള വട്ടചട്ടം കൂട്ടി. ബന്ധുക്കളാണ്, മാമനും മച്ചാനും എല്ലാവാ. അവരെന്ത് ചെയ്തു? അവരങ്ങേരെ ആക്രമിച്ചു. അങ്ങേരെ ആക്രമിച്ചത് ശരിയാണെന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ആക്രമിച്ചു. അദ്ദേഹത്തെ വെട്ടുകയും പരുക്ക് പറ്റുകയും ഒക്കെ ചെയ്തു. ആ സംഭവമുണ്ട്. അതേ തുടർന്ന് അവരെന്ത് ചെയ്തു? ഞങ്ങളുടെ ആൽവിൻ എന്ന് പറയുന്ന അവിടെ അല്ല, ആൽവിൻ ചിന്നക്കനാലിൽ സൂര്യനെല്ലില്ല, അവിടെയാണ് LC സെക്രട്ടറി. അങ്ങേരെ ഇത് അന്വേഷിക്കാൻ ചെന്നാൽ അങ്ങേരെ തല്ലി കൊല്ലാൻ തുടങ്ങി. അളകര സ്വാമി എന്ന് പറയുന്ന ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയുന്ന സ്ഥലം ഉൾപ്പെടുത്ത പ്രദേശത്തെ ആളുകളെ തല്ലി. ഈ അളകര സ്വാമിയും CPIയുടെ സെക്രട്ടറിയും തങ്ങൾ ബന്ധുക്കളാണ്. അതുമാത്രമല്ല, അവർ 7 വീടുകൾ തകർത്തു. 7 വീടുകൾ. അതാണ്. ഒരുപാട് സ്ത്രീകളെ അടക്കം ഉപദ്രവിച്ചു. 9 വണ്ടി തകർത്തു, വാഹനം, ജീപ്പും കാറുമായിട്ട്. ഈ വേണാടെന്ന് പറയുന്ന സ്ഥലത്ത് പോയി നിങ്ങളൊന്ന് ഇൻ്റർവ്യൂ നടക്കുന്ന കാര്യം മനസ്സിലാകും. ഒരു കോളനി പോലെ റിസോർട്ടുകളും ഒക്കെ ഉള്ളൊരു പ്രത്യേക പ്രദേശം, പ്രത്യേക പോക്കറ്റാണ്. ഈ സംഭവങ്ങളെല്ലാം നടന്നു. ജയചന്ദ്രൻ MLAയും രാജേന്ദ്രൻ MLA എല്ലാം പോയി. രാജേന്ദ്രൻ MLAയുടെ മണ്ഡലമാണ് ഇപ്പോൾ അവിടെ. നേരത്തെ ജയചന്ദ്രൻ MLAയുടെ മണ്ഡലമായിരുന്നു, ഉടുമ്പൻചോലയായിരുന്നു. അവിടെ പോവുകയും സമാധാനം സ്ഥാപിക്കുകയും DYSP യോഗം വിളിച്ചു. അതിൻ്റെ എല്ലാം കൂടെ കോൺഗ്രസുമായിട്ട് കൂടി ആലോചിച്ചാൽ ഇതെല്ലാം ചെയ്യുക. അധികാരം ഉപയോഗിച്ച് അവർ സഹായിച്ച് കള്ളക്കേസ് എടുക്കുക ഞങ്ങളുടെ പേരിൽ. അതാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കൂ, അവരുടെ പേരിൽ 8 കേസുണ്ട്. അല്ല, CPIയും കോൺഗ്രസും തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ. ഉണ്ട്, അവിടെ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമല്ലേ. 8 കേസ് അവരുടെ പേരിലുണ്ട്, CPIയുടെ പേരിൽ. സംഭവങ്ങൾ അത്ര രൂക്ഷമാണ്. വീടുകൾ ആക്രമിച്ചെന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ വെച്ചാണ് കേസെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ പേരിൽ, ഞങ്ങളുടെ സഹാക്കളുടെ പേരിൽ 3 കേസുമുണ്ട്. അവരും ജയിലിലായിരുന്നു. അതാണ് സംഭവം. അതാണ്. ഞാൻ വളരെ വൈകിയാണ് അവിടെ പോയത്. അവിടെ ചെന്ന് ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചെന്ന് പറയുന്നതെല്ലാം പ്രസംഗിച്ചത് തന്നെയാണ്. എനിക്കിപ്പോൾ അങ്ങനെ വിളിച്ചു വെച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അത് മൊബൈലിലും കണ്ട് പിടിച്ചതാണെന്ന് തോന്നുന്നു. എൻ്റെ രൂപമൊന്നും ഇല്ല, അല്ല, ശബ്ദമുണ്ട്. പിന്നെ നിങ്ങളെപ്പോലുള്ള ചാനലുകൾ നമ്മുടെ പടമുണ്ടല്ലോ, ഇത് വെച്ച് ഇങ്ങനെ കീട്ടിക്കൊടുക്കുക, ഇത് വരുമ്പോഴത്തേനും ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ പോയി സംഘർഷം ന്യായമായി അവിടെ സംഘർഷം ഉണ്ടാകുന്നുണ്ടോ? അത് പാടില്ല എന്ന സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. ഇതുവരെ എടുത്തു തന്നില്ല. അവിടെ പ്രസംഗിച്ചതും അങ്ങനെയാണ്. അവർ നമ്മുടെ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. നമ്മളെപ്പോലെ ചുമന്ന കൊടി, ഒരു സമവായത്തിൻ്റെ പാതയിലാണ് പോകുന്നത്. ചുമന്ന കൊടിയെല്ലാം പിടിച്ച് നടക്കുന്നവരാണ്, അവരും പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് സംഘർഷമില്ല. അതുകൊണ്ട് ഞങ്ങളിതേ വിടുന്നില്ല, എല്ലാം തിരിച്ചടിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ആളുകളെ ഒന്ന് തൃപ്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് ഒരു യോജിപ്പിൽ പോകാനുള്ള നിലപാടാണ് എടുത്തത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതിനെപ്പറ്റിയാണ് അവർ ഈ ആക്ഷേപം പറയുന്നത്. പന്നിയൻ രവീന്ദ്രനെ അതും ഇതും പറയുന്നത് കാര്യം മനസ്സിലാക്കാതെ. നേരത്തെ ആ മഹാശ്വേതാദേവിയെക്കുറിച്ച് പറഞ്ഞു. അവർ 89 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ആയിക്കോട്ടെ, എനിക്ക് അവരുടെ ആദരവേ ഉള്ളൂ കേട്ടോ. പിന്നെ ജ്ഞാനപീഠം ജേതാവാകണേ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടല്ലോ, അതിനുള്ള യോഗ്യതയുടെ. അല്ല, മണിയാശാൻ പ്രയോഗിച്ച കഴപ്പ് എന്ന് പറയുന്ന അത് ഞാൻ എവിടെ പറഞ്ഞു? പരാമർശം ശരിയായില്ല. ഞാൻ എപ്പോൾ പറഞ്ഞു? അങ്ങനെയാണ് വന്നത്. ഇപ്പോഴോ? അല്ല, നേരത്തെ പറഞ്ഞത്. അയ്യോ, അങ്ങനെ ഒരു പദപ്രയോഗം വന്നിട്ടുണ്ട്. ഖേദം പ്രകടിപ്പിക്കുക ഞാൻ ആ കാര്യത്തിൽ. പക്ഷേ ഒരു കാര്യമുണ്ട്. അവർ വന്നു, ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോയി, അതെല്ലാം ശരി, ഒക്കെ ശരിയാണ്, ചെയ്യേണ്ടത് തന്നെയാണ്. ഓക്കെ, അതും കൊള്ളാം. പക്ഷേ അവിടെ വന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടോണ്ട് ഞങ്ങളുടെ മക്കിട്ടുകാരൻ്റെ കാര്യമില്ല. വീരേന്ദ്രകുമാറിനെ പോലുള്ള ആളുകൾ പറയുന്നത് കേട്ട്, വീരേന്ദ്രകുമാറിന് അദ്ദേഹത്തിൻ്റെതായ അജണ്ടയുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ജ്ഞാനപീഠം നേതാക്കളെ എല്ലാ അതും പറഞ്ഞല്ലോ. ജ്ഞാനമില്ലാത്ത പീഠമില്ലാത്ത ജ്ഞാനം എന്നൊക്കെ പറഞ്ഞല്ലോ. മനസ്സിലായില്ലേ? അവരുടെയൊക്കെ വരയിൽ പെട്ട് അവർ അങ്ങനെ പ്രതികരിച്ചത് ശരിയാണോ? ശരിയല്ലോ. ഞങ്ങളുടെ അനുഭവം ഉണ്ടല്ലോ. അല്ലെ, ഞങ്ങളോട് ചർച്ച ചെയ്യണ്ടേ? ഞങ്ങളുടെ നേതൃത്വത്തോട് ചോദിക്കണ്ടേ? അല്ല, എന്തായാലും പിണറായി സഖാവിൻ്റെ വീട്ടിലോട്ടേക്ക് പോകുന്നുണ്ട്. അവർ വിളിച്ചെന്നാൽ ചെല്ലുമല്ലോ. പിണറായി വിജയനെ വിളിച്ചെന്നാൽ പോയി കാണും അദ്ദേഹം. അക്കാര്യത്തിൽ തർക്കമില്ല. കാരണം അവരുടെ പ്രായവും എല്ലാം നമ്മൾ പരിഗണിക്കുമല്ലോ. അങ്ങനെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അവരെ ആക്രമിക്കേണ്ടി വന്നു. ബംഗാളിൽ ആളുകൾ ചത്തുടങ്ങിക്കൊണ്ടിരിക്കുക. 500 പേര് ചത്തുക.
ഈ ജ്ഞാനപീഠം നേതാവ് അവിടെ ആണല്ലോ ജീവിച്ചിരിക്കുന്ന ബംഗാളുകാരിയാണെന്നാണ് പറയുന്നത്. ഒരു പ്രതികരണം ഇത് ശരിയല്ലേ മനുഷ്യനെ കൊല്ലുന്നതെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ അനീഷ് രാജൻ ആ പയ്യൻ്റെ ഒരു പടം കണ്ടാൽ അവർ കരയും, അറിയോ? അവരതിനെപ്പറ്റി ഒന്നും പ്രതികരിച്ചിട്ടില്ല. വന്ന് വല്ലവരും പറയുന്നത് കേട്ടിട്ട് അത് നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ പരാജയമല്ലേ? നിരുത്തരവാദമാണ്, കാര്യങ്ങൾ അവതരിപ്പിക്കാത്തതുകൊണ്ടല്ലേ? അത് അങ്ങോട്ട് എവിടെ പോയി അവതരിപ്പിക്കാം? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാ കാര്യത്തിൽ ഏകപക്ഷീയമല്ലേ? അവിടെ ഞങ്ങളുടെ നൂറുകണക്കിന് ആളുകളുടെ വീട് തകർത്തു, നൂറുകണക്കിന് ആളുകളെ ആക്രമിച്ചു, അറിയോ? 300-300-ലധികം ആളുകളുടെ പേരിൽ ഇവരുടെ പേരിൽ പിന്നെ റവല്യൂഷണറിക്കാരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഏതെങ്കിലും മാധ്യമങ്ങൾ വെളിയിൽ കൊണ്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളെ ആക്രമിക്കുക, അതാണ്. അവിടെ ഒഞ്ചിയത്ത് ആക്രമിക്കപ്പെട്ട CPM പ്രവർത്തകരെ കാണാൻ പോലും VS അച്യുതാനന്ദൻ തയ്യാറല്ല. സ്വന്തം കൂടെ നിൽക്കുന്ന ഒരു നേതാവിന് പോലും സഹതാപമില്ല. പിന്നെ മാധ്യമങ്ങൾ എന്തിനാ കുറ്റപ്പെടുന്നു? എന്നാലും അത് കാര്യമാണ്. അങ്ങേരെടുക്കുന്ന നിലപാട്, അങ്ങേരങ്ങനെ എന്തെല്ലാം നിലപാടെടുക്കുന്നു. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൗത്യം എന്താ? നിങ്ങൾ പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യം എന്നാണല്ലോ പറയുന്നത്. നിങ്ങൾ ചുമ്മാ മാർക്സിസ്റ്റുകാരെ ശരിയാക്കാൻ വേണ്ടിയുള്ള മാധ്യമ ഞങ്ങൾ കോടതിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും മാധ്യമങ്ങൾക്കെതിരെ കേസ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഒരു അയ്യോഭാവം വിളി. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ എന്താ മാധ്യമം കോടതിയിൽ പോയതിന് എന്താ കുഴപ്പം? നിയമപരമായല്ലേ കാര്യങ്ങൾ ചെയ്തേ, അല്ലേ? ആളെയും കൂട്ടി മാധ്യമങ്ങളെ ഞങ്ങൾ ആക്രമിച്ചോ? ഇല്ലല്ലോ, ആക്രമിച്ചില്ലല്ലോ. CPM-ന് അനുകൂലമായിട്ട് വാർത്ത കൊടുക്കുമ്പോൾ മാധ്യമങ്ങൾ നല്ലത്. അങ്ങനൊന്നുമില്ല. അല്ല അതെ വരികയാണെങ്കിൽ അങ്ങനൊന്നും ഞങ്ങൾ കരുതുന്നില്ല, അതൊന്നും കരുതുന്നില്ല. പക്ഷേ മാധ്യമങ്ങൾ ഒരു കാര്യമാണ്, പാർട്ടി പറയുന്നത് അല്ല, എവിടെ നിന്ന് വാർത്ത വരുന്നു അതിന്റെ സോഴ്സ് വെളിപ്പെടുത്തണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടി ജിഹ്വയായ ദേശാഭിമാനി, അതുപോലെ കൈരളി TV ഇഷ്ടംപോലെ വാർത്തകൾ കൊടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അതിന് ഞങ്ങൾക്ക് വാർത്തയ്ക്ക് ഉത്തരവാദിത്വം കാണും. അല്ല, പക്ഷേ അതിൻ്റെ ഞങ്ങളൊരു വാർത്ത എഴുതി കൊടുത്താൽ അതിന് ഉത്തരവാദിത്തമുള്ള വാർത്തയെ വിവാദമായ വാർത്തയാണേ കൊടുക്കുള്ളൂ. അല്ല, പലപ്പോഴും വാർത്തക്ക് സോഴ്സ് ഉണ്ടാവാറില്ല. അവസാനമായി ഒരു ചോദ്യം കൂടി, എങ്ങനെ നേരിടും? ഇപ്പം ഈ കേസ് ഒക്കെ വന്നു, മണിയാശാൻ എങ്ങനെ നേരിടും ഇതിനെ? എങ്ങനെ? എൻ്റെ പാർട്ടിയല്ലേ, ഞാനൊരു വ്യക്തി, പാവം മനുഷ്യൻ. അതുകൊണ്ട് എൻ്റെ പാർട്ടി എന്നോടൊപ്പം ഉണ്ടാകും, ഞാൻ പാർട്ടിയോടൊപ്പം ഉണ്ടാകും. പാർട്ടി സഖാക്കളും ഞാനും കൂടി കൂട്ടായി ആലോചിച്ച് ഞങ്ങളിതിനെ നേരിടും. 2 മാർഗമാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നിയമപരമായി നേരിടും, കോടതി, നിയമം, അതിൻ്റെ വഴി അതെല്ലാം മാർഗവും സ്വീകരിക്കും. 2, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പൊളിറ്റിക്കലായി രാഷ്ട്രീയമായി ഇതിനെ നേരിടും, ഇവരെ ഒറ്റപ്പെടുത്തും, ഉറപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, 46 വർഷം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഞാനാരെയും കൊന്നിട്ടില്ല, മനസ്സിലായില്ലേ? ഒന്നുമില്ല. എന്നെ ചുമ്മാ കൊലക്കേസിൽ പ്രതിയാക്കി എന്നാൽ അതിൻ്റെ ന്യായമൊന്നും ഈ നാട്ടുകാരുടെ ഇടയിലൊന്നും അവതരിപ്പിക്കണമല്ലോ ഞങ്ങൾ. അത് ഞങ്ങൾ ശക്തിയായി അവതരിപ്പിക്കാൻ പോവുക. ഈ 14-ാം തീയതി DYSP ഓഫീസിലേക്ക് 10,000-കണക്കിന് ആളെ പങ്കെടുപ്പിച്ചു മാർച്ചാണ്. അവിടെ ആ കേസെന്നുള്ളതുകൊണ്ടാണ് തൊടുപുഴ വെച്ചിരിക്കുക. പിണറായി വിജയനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ ബഹുജന സമരം ഞങ്ങൾ സംഘടിപ്പിക്കാൻ പോവുക. ഞങ്ങൾക്കറിയണമല്ലോ നിയമവ്യവസ്ഥ അറിയണമല്ലോ. ഒരിക്കൽ കേസെടുത്ത് അന്നത്തെ കാലത്ത് നിർഭാഗ്യകരമായി എന്തെല്ലാമോ നടന്നു. അത് ഈ കേരളത്തിലെ, ഇന്ത്യയിലെ, ഇടുക്കി ജില്ലയിലെ വർഗീസ് വധക്കേസിൽ രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ലക്ഷ്മണ അകത്ത് കിടക്കുക. അല്ല, അത് ഒരു കാര്യമാണ്. നിങ്ങൾ കാര്യങ്ങൾ വീണ്ടും വസ്തുതാപരമല്ലാതെ കാണുന്നു. കാരണം എന്താ? അത് എന്തുകൊണ്ട് വന്നു? കരുണാകരനും ലക്ഷ്മണയും കൂടിയെല്ലാം കൊന്നതാ. കോൺഗ്രസ് ഗവൺമെൻറ് കൊന്നതാ, നിഷ്ഠൂരമായി കൊന്നതാ, വെടിവെച്ചുകൊണ്ട് കൊന്നതാ മനുഷ്യനെ. എന്നിട്ട് ഏറ്റുമുട്ടൽ വരുത്തി എങ്ങാണ്ട് രേഖപ്പെടുത്തി അവിടെ ഇട്ടേച്ചു. അതിന് കേസെടുത്തില്ലല്ലോ, വിചാരണ ചെയ്തില്ലല്ലോ. അവിടാണ് പ്രശ്നം. അതുകൊണ്ട് ലക്ഷ്മണ വർഗീസ് വധക്കേസ് ഒരു പ്രത്യേക ഏർപ്പാടാണ്, അത് നിസ്സാരമല്ല. അതുപോലെ ചുമ്മാതെ വിവരമില്ലാതെ രാഷ്ട്രീയ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈ കേസുകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് ഗവൺമെൻറ്റുകളെടുത്ത കേസാണ് എല്ലാം വിചാരണ ചെയ്തത് അവർ, മനസ്സിലായില്ലേ? അഞ്ചേരി വധം എന്ന് പറയുന്ന കേസ് അവരുടെ വിചാരണ ചെയ്തതാണ്. മുള്ളഞ്ചിറ മത്തായിയുടെ കേസ് അവരെടുത്തതും വിചാരണ ചെയ്തതുമാണ്. മുട്ടുകാട്ടിലെ നാണപ്പൻ മരിച്ചതും അതുതന്നെ. ബാലുവിൻ്റെ വധക്കേസും അങ്ങനെ തന്നെ. ബാലുവിൻ്റെ ഇപ്പുറത്ത് നടന്ന അയ്യപ്പദാസിൻ്റെ കേസും അവരാണ് എടുത്തത്. അയ്യപ്പദാസിൻ്റെ കേസ് അവർ തേച്ചുമാച്ച് കളഞ്ഞു, ഇല്ലാതാക്കി. ബാലുവിൻ്റെ കേസ് വന്നു, അതും അവരാണ് എടുത്തത്. പക്ഷേ ബാലുവിൻ്റെ കേസ് വിചാരണ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് അത് നന്നായിട്ടേ നടത്തിയുള്ളൂ. ആ കേസ് അട്ടിമറിക്കാനൊന്നും ഞങ്ങളുടെ ഗവൺമെൻറ് അപ്പം മണിയാശം പറഞ്ഞു വരുന്നത് അന്വേഷണവുമായിട്ട് സഹകരിക്കില്ല എന്നൊന്നും പറഞ്ഞ എൻ്റെ അർത്ഥമില്ല. എന്നാ പറഞ്ഞാൽ എങ്ങനെയാ? നിയമപരമായി കോടതിയിൽ പോകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പോലീസുകാരെയും
നിയമത്തെ ലംഘിക്കുന്നതാണോ? നിയമപരമായി നേരിടും. പക്ഷേ ഒരു കാര്യമാണ്, ഏതായാലും ഉമ്മൻചാണ്ടി എല്ലാം കൂടി അവിടെ നിന്ന് പറയാം പോലീസുകാരെ ഇങ്ങനെ കെട്ടി ഇറക്കിയിട്ട് ഞങ്ങളെ അങ്ങ് കോണങ്ങൻ ഉടുപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ ഞങ്ങളതിനെ നേരിടും. അതിൻ്റെ നഷ്ടം വരും. ഞങ്ങൾക്കും ഓടുന്നവനും കഥയ്ക്കും ഓടിക്കുന്നവനും കഥയ്ക്കും, അത്രേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും അതെ. നിയമം, കോടതി ഇവിടെ ബഹുജനങ്ങളെ അണിനിരത്തി നേരിടും. എന്നിട്ട് നോക്കാം ലാഭനഷ്ടമാർഗം. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇപ്പം മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ അച്ചടക്ക നടപടി ഉണ്ടാവുന്നൊക്കെയാണ് ഇങ്ങനെ കേൾക്കുന്നത്. അത് വരട്ടെന്ന്. അത് എൻ്റെ പാർട്ടി എന്നെ ശിക്ഷിക്കുന്നു, പിതാക്കന്മാർ മക്കളെ ശിക്ഷിക്കുന്നു. അതിന് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല. പിതാവ് അങ്ങനെ ചെയ്യും, പിതാവ് ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയേണ്ട കാര്യമില്ല. പാർട്ടി മണിയെ ഇതുവരെ ഇപ്പം ശിക്ഷിച്ചിരിക്കുന്നു, ഇനിയും ഇത് വരാൻ പോവുകയാണ് എന്നൊന്നും പറഞ്ഞ് ചുമ്മാതെ ആരും വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് ഞാനും പാർട്ടിയായിട്ട് തീർത്തോളാം. ഈ മണക്കാട് പ്രസംഗം പിന്നെയും ടി വിയിൽ കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്കൊന്നും തോന്നാറില്ല. ഞാനിതൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. ഞാൻ പ്രസംഗിച്ചതെല്ലാം കൂടെ ഞാൻ ടി വി കാണാനാണ്. പിന്നെ എനിക്ക് വേറെ വല്ലതും നേരമുണ്ടോ? നിങ്ങളിത് എപ്പോഴൊക്കെയോ ഇടും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഭാഗം കാണും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവരും ധരിക്കുന്ന തന്നെ അയ്യോ ഇപ്പോൾ എന്നായാലും അനുശോചനൻ്റെ അകപ്പെടുത്തുക ഏതാ അയ്യോ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് 25 വർഷമായില്ലേ, പോയില്ലേ? ഞാൻ ചോദിച്ച പാർട്ടിക്കാരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് എന്നെ ഒഴിവാക്കി. തന്നെയല്ല, ഞാൻ മരിക്കുന്നവരെ ജില്ലാ സെക്രട്ടറി സ്ഥാനവും കൊണ്ട് നടക്കാൻ പറ്റുമോ? വേറെ ആൾ വേണ്ടേ? എനിക്ക് ശേഷം വെള്ളപ്പൊക്കം, അങ്ങനെ പറ്റുമോ? ചില ആളുകൾക്ക് ശേഷമുണ്ട് ഇങ്ങനെ കൊണ്ടാക്കിയതാണ് പാർട്ടി, അതുകൊണ്ട് ഞങ്ങൾ എന്നും പറഞ്ഞ് പറയുന്നവരുണ്ട്. അതൊന്നും എം എം മണിക്ക് ആ സ്വഭാവമൊന്നും. വീണ്ടും BS നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. അത് നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാണ്ട് ചൂണ്ടാതിരുന്നാൽ മതി. ഞാൻ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി. ഈ കേസുകളിൽ നിന്നൊക്കെ മണിയാശാൻ വേഗം രക്ഷപ്പെട്ടു വരട്ടെ. വീണ്ടും ഇടുക്കി ജില്ലാ സെക്രട്ടറി സ്ഥാനവും അതിന് മുകളിലുള്ള പദവികളും വഹിക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വർത്തമാനത്തിൽ പങ്കെടുത്തതിന് വളരെ